ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളുകൾ, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾ, ജിമെയിൽ തുടങ്ങി സോഷ്യൽ മീഡിയ ഓൺലൈൻ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഒരു പക്ഷേ നിങ്ങൾ ടെക്നോളജിയുമായിട്ട് വളരെയധികം അടുത്തിടപഴകുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ സ്ഥിരമായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വളരെ നന്നായിട്ട് അറിയാവുന്നതായിരിക്കും. എന്നാൽ നമ്മളുടെ സമൂഹത്തിൽ സ്ത്രീകൾ, അതുപോലെ തന്നെ ഇത്തരത്തിൽ ടെക്നോളജിയോട് അധികം താല്പര്യം പുലർത്താത്ത ആളുകൾക്ക് ഈ ഒരു കാര്യം അറിയുന്നുണ്ടാവില്ല. അത്തരം ആളുകൾ, ഞാൻ 1-2 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നത് എന്നൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഇപ്പോഴും പല ആളുകളും വന്ന് ഒരുപാട് കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്ന കമൻറ്റുകളിൽ പ്രധാനമായിട്ടും ഉള്ളത് അവരുടെ ഫോൺ നമ്പർ മറന്നുപോയി, ഫോൺ നമ്പർ നഷ്ടപ്പെട്ടു പോയി, ഫോൺ നമ്പർ ഇപ്പോഴില്ല, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അക്കൗണ്ടുകൾ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ കൂടി നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങൾക്കുള്ളിൽ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയുള്ള കാലത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ SSLC ബുക്ക് സൂക്ഷിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ വീടിൻ്റെ ആധാരം സൂക്ഷിക്കുന്നത്, അതുപോലെ നിങ്ങൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ. അതിനുള്ള കാരണം, നിങ്ങളെക്കാൾ നന്നായിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ്. നിങ്ങൾ ഹോട്ടലിൽ പോയി, നിങ്ങൾ വിമാനത്തിൽ പറന്നു തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. കൂടാതെ നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ആളുകളുമായിട്ട്, ഭർത്താവുമായിട്ട്, കാമുകിയുമായിട്ടൊക്കെ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള ചാറ്റുകളൊക്കെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അത് മറ്റൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു പ്രശ്നമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് അത്രയ്ക്ക് നിങ്ങൾ ചിലപ്പോൾ പുച്ഛിച്ച് തള്ളും ഈ ഒരു വീഡിയോ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. പക്ഷേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാവുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ആ ഒരു ഫേസ്ബുക്ക് വീഡിയോയുടെ താഴെയായിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവർ നേരത്തെ ഫേസ്ബുക്ക് തുടങ്ങി, ആ ഫേസ്ബുക്കിൽ തുടങ്ങുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഇമെയിൽ ID കയ്യിലില്ല, അതുപോലെ തന്നെ അതിൻ്റെ ഫോൺ നമ്പർ കയ്യിലില്ല, ആ അക്കൗണ്ട് എങ്ങനെയാണ് തിരിച്ചെടുക്കുക എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് എല്ലാ സോഷ്യൽ മീഡിയ, എല്ലാ ഓൺലൈൻ അക്കൗണ്ടുകളുടെ കാര്യവും. നിങ്ങൾ ഒരു ജിമെയിൽ അക്കൗണ്ട്, നിങ്ങളൊരു ഫേസ്ബുക്ക് അക്കൗണ്ട്, നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ഫോൺ നമ്പർ നിങ്ങൾ കാലാകാലം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ആ ഒരു നമ്പർ നിങ്ങളുടെ മൊബൈൽ കമ്പനി മറ്റൊരാൾക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നഷ്ടപ്പെടുകയും ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ട് അയാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്ന ആളുടെ കയ്യിൽ ജിമെയിൽ ID ഇല്ല, ഇമെയിൽ ID ഇല്ല. അവർ ആ ഇമെയിൽ ID മറന്നുപോയി, അവർക്ക് ഓർമ്മയില്ല അവർ എന്ത് ഇമെയിൽ ID ആണ് കൊടുത്തതെന്നുള്ളത്. ചില ആളുകൾക്ക് ഫോൺ നമ്പർ ഓർമ്മയില്ല, ചില ആൾക്ക് 2 കാര്യങ്ങൾ ഓർമ്മയില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ മിനിമം 2 ഫോൺ നമ്പർ എങ്കിലും നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്തെങ്കിലും കാരണവശാൽ ഒരു നമ്പർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ നമ്പർ വഴി അത് തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ ഇമെയിൽ ID നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം. കാരണം എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ആ ഒരു ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു ഇമെയിൽ ID വഴി നിങ്ങൾക്ക് അത് തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ നിഖിൽ KV എന്ന എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട്, ഞാൻ അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പർ, ആ നമ്പർ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്നിരിക്കട്ടെ. നിങ്ങൾ ആ നമ്പർ വെച്ചിട്ട് ഫേസ്ബുക്കിൽ കയറിയിട്ട് സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ, ഒരു പുതിയ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ, എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്തു വെച്ചിരുന്നോ ആ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ ഒരു പുതിയ അക്കൗണ്ടായിട്ട് അത് മാറിപ്പോകുന്നതാണ്. ഇത്തരത്തിൽ കുറേ പേര് എനിക്ക് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവരുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ, ഇന്നലെ വരെ ഉപയോഗിച്ചിരുന്ന അക്കൗണ്ടാണ്, ഇന്ന് ആ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മറ്റാരുടെയോ പേരാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ കാണുന്ന ഫോട്ടോകളൊക്കെ മറ്റാരുടെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. ഇതിനുള്ള കാരണം ഇതാണ്, നിങ്ങൾ ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. ഞാൻ ഇത്തരം ആളുകളോട് പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, അവരുടെ കയ്യിൽ ആ ഫോൺ നമ്പർ ഇല്ല, ആ ഫോൺ നമ്പർ ഇല്ലാതെ തന്നെ അവർ ഇത്രയും കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ആ ഒരു അക്കൗണ്ടിൻ്റെ സ്വഭാവം മാറി, ആ അക്കൗണ്ടിൻ്റെ പേര് മാറി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. ഇതിനുള്ള കാരണം ആ ഫോൺ നമ്പർ മറ്റാരുടെയോ കയ്യിലാണ്, അയാൾ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ അക്കൗണ്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ അക്കൗണ്ട് കാലാകാലമായിട്ട് നഷ്ടപ്പെടും. ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധ മതി, നിങ്ങളുടെ അക്കൗണ്ട് കാലാകാലമായിട്ട് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ ചാറ്റുകളൊക്കെ മറ്റാർക്കെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്.
ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. പിന്നെ പറയാനുള്ളത് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളുകളോട്. പല ആളുകളും ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്നത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു പരസ്യം കണ്ടുകൊണ്ടാണ്. അപ്പോൾ അത്തരം ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ സെപ്പറേറ്റ് ആയിട്ട് സൈനപ്പ് ചെയ്യാതെ ഫേസ്ബുക്ക് വഴിയായിരിക്കും ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും പോകും. സോ അത്തരത്തിൽ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുക. എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഇതുപോലെ ചെയ്തു വെക്കാം. പിന്നെ പറയാനുള്ളത് ജിമെയിൽ ഉപയോഗിക്കുന്ന ആളുകളോട്. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ജിമെയിൽ അക്കൗണ്ട്, അതിനകത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ആ ജിമെയിൽ അക്കൗണ്ടിനകത്ത് മിനിമം 2 ഫോൺ നമ്പറുകൾ, അതുപോലെ തന്നെ ഒരു റിക്കവറി ഇമെയിലൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് വെക്കുക. കാരണം ഇന്നത്തെ കാലത്ത് ഒരു ഫോൺ നമ്പർ ഇല്ലാത്ത ഒരു ആളുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇതുപോലെ തന്നെയാണ് ഗൂഗിളിൻ്റെ കാര്യവും, അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ കാര്യവും ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യവും. നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ നമ്പർ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ജിമെയിലിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് തരില്ല. അതിനുള്ള കാരണം ഒരുപക്ഷെ നിങ്ങളാണ് അത് ആ ഒരു അക്കൗണ്ടിൻ്റെ ശരിക്കുമുള്ള ഉടമ എന്ന് അവർക്ക് തെളിയിക്കുന്നതിനായിട്ട് യാതൊരു മാർഗ്ഗവുമില്ല. അവർ ഫിസിക്കലി വന്ന് ചെക്ക് ചെയ്യുന്നില്ല, നേരിട്ട് വന്ന് ചെക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ കൊടുക്കുന്ന ID പ്രൂഫ് വഴി അവർ അക്കൗണ്ട് തിരിച്ചു തന്നാൽ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ട്രൈ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് അവർ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് ആ ഓഫർ ലെറ്റർ വരെ ആ ഇമെയിൽ അക്കൗണ്ടിനകത്താണ്, അതിപ്പോൾ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ആളുകളുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാരണം നിങ്ങളുടെ ആ ഒരു അശ്രദ്ധ കൊണ്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ ആ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ കാലാകാലം നിങ്ങളുടേതാക്കി സൂക്ഷിക്കുക. എപ്പോഴും ഒരു സെപ്പറേറ്റ് നമ്പർ പേഴ്സണലാക്കി വെക്കുക. ആ നമ്പർ മാത്രം നിങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും യൂസ് ചെയ്യുക. ആ നമ്പർ നഷ്ടപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ വിദേശത്ത് പോവുകയാണെങ്കിലോ എവിടെ പോവുകയാണെങ്കിലും അത്തരത്തിൽ നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഭാവിയിൽ വളരെ വലിയ ദോഷം ചെയ്യും. പിന്നെ പറയാനുള്ളതാണ് ആധാറിൻ്റെ കാര്യം. പല ആളുകളും വളരെ അത്യാവശ്യത്തിന് ആധാർ ഡൗൺലോഡ് ചെയ്യണം, പക്ഷേ അവരുടെ കയ്യിൽ ആധാറുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ എന്നെ സമീപിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ അക്ഷയയുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മാത്രമേ അത്തരത്തിൽ സാധിക്കുകയുള്ളൂ. കാരണം എനിക്ക് ആക്ച്വലി അറിയില്ല എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ആ രജിസ്റ്റർ ചെയ്ത ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആ നമ്പർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് തീരെ ഐഡിയ ഒന്നുമില്ല. ഞാൻ ഏതായാലും നാട്ടിൽ പോകുന്ന സമയത്ത് അക്ഷയയുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അത്തരം കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞാനൊന്ന് അറിഞ്ഞു വയ്ക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളുടെ ഫാമിലിയിലുള്ള ടെക്നോളജിയുമായിട്ട് അധികം ഇടപഴകാത്ത ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോയ്ക്ക് താഴെയുള്ള ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ എങ്ങനെ വേണമെങ്കിലും ഷെയർ ചെയ്യുക. കാരണം ഇതുപോലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഫോൺ നമ്പർ നഷ്ടപ്പെട്ടു, ഇമെയിൽ ഐ ഡി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് ഇങ്ങനെ മാത്രമേ റിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ചില ആളുകളൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എപ്പോഴും പറ്റില്ല. കാരണം നമ്മൾ ഫേസ്ബുക്കിന് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴൊക്കെയാണ് അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. സോ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള കണ്ടന്റുകൾ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ ലഭിക്കണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് വെക്കുക. കൂടാതെ ഈ ചാനലിൻ്റെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കും ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്കുമുള്ള ലിങ്കുകൾ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവയിൽ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ദെൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. താങ്ക്